അതിനിടെ മൂന്നാറിൽ പഴയ നാടകം പുതിയ അഭിനേതാക്കൾ അവതരിപ്പിക്കുന്നുണ്ട്. അതേ കഥയുടെ പുനരാഖ്യാനം. തടസ്സപ്പെടുത്താൻ വരരുത്, എൻ്റെ ഉദ്യോഗം തടസ്സപ്പെടുത്താൻ വരരുത്. ഞാനിവിടെ ചെയ്യുന്നത് 100% ആത്മാർത്ഥതയുടെ സബ് കളക്ടർ അനുസരിച്ച്, സബ് കളക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് 15.5 സെന്റ് ഇവിടെ വീണ്ടെടുത്ത് ഈ മൂന്നാറിൽ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി തടസ്സപ്പെടുത്താൻ പറ്റും. സ്ഥാപനം തന്നെയാണ് PHC. ഞാൻ അഡീഷണൽ തഹസിൽദാറാണ്. PHC അത് പരിപൂർണമായിട്ട് ബോധ്യമായി. PHCയുടെ ഒരു ഞങ്ങൾ ചെയ്തതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് അഭിപ്രായം ഉണ്ടോ? ഇല്ല. പരിപൂർണമായി ചെയ്യാമല്ലോ. ഇനി എനിക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല. കയ്യേറ്റം ഒഴിപ്പിക്കൽ ഇത്തവണയും ചെറിയ തോതിൽ തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ വലിയ തോതിൽ ചെറുത്തുനിൽപ്പുമുണ്ട്. ഇടുക്കി ജില്ലയിലെ എല്ലാവരെയും കുടിയിറക്കാൻ ശ്രമിക്കുന്നു എന്ന മട്ടിലാണ് കേരളത്തിന്റെ ഒരു മന്ത്രി ഉൾപ്പെടെ അച്യുതാനന്ദനെ പോലും ഭയപ്പെടുത്തി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു മന്ത്രി മുന്നോട്ട് വന്നു എന്നത് ശരിയാണ്. പക്ഷേ അത് കണ്ട് അച്യുതാനന്ദൻ ഭയപ്പെട്ടിട്ടൊന്നുമില്ല. MM മണി പറഞ്ഞിരിക്കുന്നത് മൂന്നാറിലെ വിഷയം അങ്ങ് പഠിച്ചിട്ടില്ല, പഠിക്കാതെയാണ് കാര്യങ്ങൾ പറയുന്നതാണ്. അതെ, അത് പഠിക്കാതിരുന്നത് ആരാണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. കയ്യേറ്റം ഉണ്ടായിട്ടില്ലെന്നും പറയുന്നുണ്ട്. കയ്യേറ്റം ഉണ്ടായിട്ടില്ലെന്നും ആ വിദ്വാൻ പറയുകയാണല്ലോ. ഇതെല്ലാം ഭൂമാഫികളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണോ? സംശയം വല്ലതുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ MM മണി കയ്യേറ്റത്തിന്റെ ആശാനാണ് എന്ന് VS അങ്ങ് സ്ഥാപിച്ചെടുത്തു. അതൊന്നും യഥാർത്ഥത്തിൽ എനിക്ക് ചേരുന്ന പേരല്ല. പിന്നെ ചേരുന്ന ആളിൻ്റെ പേര് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലഞ്ഞല്ല. ഞാൻ പുള്ളിയോടുള്ള ആദരവ് കൊണ്ട് പറയുന്നില്ല. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ അവിടെ കയ്യേറ്റമുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുന്ന ഒരാളെപ്പോലും ഇതേവരെ പൊളിമിക്സ് കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ സ്ഥലങ്ങളൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ, PWDയുടെ, ആരോഗ്യ വകുപ്പിന്റെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ, ഓൾ ഇന്ത്യ റേഡിയോയുടെ, ഗവൺമെന്റ് സ്കൂളിന്റെ ഈ സ്ഥലങ്ങളാണ്. ഈ സ്ഥലങ്ങളാണ് മിക്കവാറും കൈവരിക്കുന്നത്. MP കൈവരിക്കുന്ന സ്ഥലം കുറിഞ്ഞി സാങ്ച്വറി ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ്. ഇന്ത്യയുടെ ഭരണഘടനാപരമായി പോലും അത്തരം സ്ഥലങ്ങൾ ഒരു കയ്യേറ്റവും പാടില്ലാത്തതാണ്. രാജേന്ദ്രന്റെയും കൂട്ടരുടെയും കയ്യേറ്റം എന്ന് ഞാൻ പറയുന്നത് ഈ PWD തുടങ്ങിയിട്ടുള്ള ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. രാജേന്ദ്രൻ MLA കയ്യേറിയിട്ടുണ്ട് എന്ന് PT തോമസ് MLA അങ്ങ് പറഞ്ഞാൽ മതിയോ? തെളിവ് വേണ്ടേ? തെളിവ്. ഉമ്മൻചാണ്ടി ഇവിടെ വന്നു രാജേന്ദ്രൻ്റെ വീട് കാണാൻ. ഏത് കയ്യേറ്റം? കോൺഗ്രസ്സുകാരല്ല, ഇതാണ് രാജേന്ദ്രൻ്റെ മഹത്തായ കയ്യേറ്റം എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടി കുറച്ച് നേരം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. പുള്ളി അന്തം വിട്ടു നിന്ന് ഇതാണോ എന്ന് ചോദിച്ചു വെച്ച് പുള്ളി തിരിച്ചുപോയി. ഇത് നിങ്ങളിങ്ങനെ തന്നെ കൊടുക്കണം. തിരിച്ചുപോയി. പുള്ളി ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞുമില്ല. അങ്ങനെ അതെന്തേ ഉമ്മൻചാണ്ടി ഒന്നും പറയാതെ അങ്ങ് പോയതാവോ? ഇതിന് മുമ്പും ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. അത് രാജേന്ദ്രൻ അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ സ്ഥിതി എന്താണ് എന്നുള്ളത് അന്വേഷിക്കും. പിന്നെ പ്രതിപക്ഷ നേതാവ് അവിടെ പോയിരുന്നു. അദ്ദേഹം ഓൺ ദി സ്പോട്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എത്ര ഉരുണ്ട് കളിച്ചാലും ചെന്നിത്തല എങ്ങനെ അന്വേഷിച്ച് നടന്നാലും PT തോമസിന് വ്യക്തതയുണ്ട്. നഗ്നമായ കയ്യേറ്റമാണ് നടന്നിരിക്കുന്നത്. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന 2 ഉന്നതരായ ജനപ്രതിനിധികളാണ്. ഞാൻ ഇപ്പം മാത്രം പറയുന്നല്ല, ഞാൻ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അന്ന് ഞാൻ നടത്തിയ ഒരു പത്രസമ്മേളനത്തെ തുടർന്നാണ് മൂന്നാർ കയ്യേറ്റം പുറത്തേക്ക് വരുന്നത്. അതിനെ തുടർന്നാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ആയാലും VS അച്യുതാനന്ദനായാലും മൂന്നാർ സന്ദർശിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് മുഴുവൻ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഉമ്മൻചാണ്ടിയേക്കാൾ ആത്മാർത്ഥമായി മൂന്നാർ കയ്യേറ്റ കാര്യത്തിൽ ഇടപെട്ടത് VS ആണ് എന്ന കാര്യത്തിൽ PT തോമസിന് സംശയമില്ല. ആ ആത്മാർത്ഥത കൂടുതൽ സ്പഷ്ടീഭവിച്ച് കാണണമെങ്കിൽ
VS ഈ രണ്ട് ജനപ്രതിനിധികളുടെ സ്ഥലം സന്ദർശിക്കണം എന്ന ആവശ്യവും ഞാൻ മുന്നോട്ട് വെക്കുക. പക്ഷേ VSന്റെ ആത്മാർത്ഥതയിൽ സ്പഷ്ടീകരിക്കാൻ മാത്രം ഒന്നുമില്ല എന്നാണ് ഉമ്മൻചാണ്ടിയുടെ പക്ഷം. ആത്മാർത്ഥത തന്നെ ഇല്ല, പിന്നെന്തോന്ന് സ്പഷ്ടീകരിക്കാൻ? പക്ഷേ ശ്രീ അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പോയി കുറേ സ്ഥലം ഒരു മുകളിൽ നിന്നുകൊണ്ട് ഈ പ്രദേശമെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. അത് മിണ്ടാതിരിക്കുകയാണ് ഞങ്ങൾക്ക് അന്തസ്. മിണ്ടിയ വഷള, മനസ്സിലായില്ലേ? അത് വഷള. പുള്ളി അങ്ങനെ ഞങ്ങളെ കൊണ്ട് എന്തെല്ലാം ചെയ്യിച്ചു. ഞാനും കൂടിയതാ. ടാറ്റയുടെ ഭൂമിയല്ലേ, 50,000 ഏക്കറുണ്ടല്ലോ, പിടിക്കാമെന്ന് ഓർത്തൊക്കെ പോയതാ. ഒരുപാട് സമരം ഞങ്ങളെ കൊണ്ട് നടത്തിച്ചതാണ്. ഈ നിൽക്കുന്ന ആളുകളൊക്കെ കൂടിയവരാ അതിനകത്ത് സമരത്തിനൊക്കെ. ഒടുവിൽ പിന്നെ പുള്ളി അത് വിട്ടു, മനസ്സിലായില്ലേ? അത് പുള്ളിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പശമൊക്കെ പോയി. എന്ത് ചെയ്യാനാ? അതേപ്പറ്റി ഇപ്പം പറയുന്നില്ല. ടാറ്റയുടെ കൈയേറ്റത്തെപ്പറ്റി പുള്ളിക്ക് പറയാനില്ല. പിന്നെ ഇപ്പോൾ MM മണിയുടെ കൈയേറ്റത്തെപ്പറ്റി, MM മണിയുടെ കൈയേറ്റമുണ്ട്, പുള്ളി വന്ന് എടുത്തോട്ടെ. രാജേന്ദ്രൻ്റെ കൈയേറ്റത്തെപ്പറ്റിയാണ്. രാജേന്ദ്രൻ ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. VS അവിടുന്ന് വരണം. ഏതാ ജനിച്ചത്? ആലപ്പുഴയിലാണ്. പ്രമുഖനായ രാഷ്ട്രീയ നേതാവാണ്. അതെല്ലാം സമ്മതിച്ചു. അതിനകത്തൊന്നും അതിൻ്റെ ബഹുമാനം എല്ലാം ഉണ്ട്. പക്ഷേ രാജേന്ദ്രൻ ഇവിടെ തലമുറയായി ജനിച്ചു വളർന്ന ആളാണ്. അതുകൊണ്ട് രാജേന്ദ്രൻ അവിടെ മണ്ണിന് അവകാശമുണ്ട് എന്ന ലളിതമായ യുക്തിയാണ് മണിയാസാൻ മുന്നോട്ട് വെക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിഞ്ഞില്ല, ഇതൊരു മാഫിയയുടെ സ്വരമായിട്ടാണ് VSന് തോന്നുന്നത്. അത് പുള്ളിക്ക് നമ്മളോട് എന്തോ പ്രത്യേക അജണ്ടയുണ്ട് എന്നെ പറ്റി. എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഞാനിപ്പോൾ എന്നാ പറയാനതിന്? പുള്ളി ഒരു പ്രായമായ ആൾ, 93 വയസ്സായി. ആരേലും എഴുതി കൊടുക്കുന്ന പുള്ളി വായിക്കുന്നത്. എന്നെ ചെയ്യാൻ അതപ്പം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. എന്നെ ഉപദേശിച്ചിരിക്കുന്ന അങ്ങനെ പാർട്ടി നേതൃത്വവും എല്ലാം പറഞ്ഞ് അതൊന്നും മിണ്ടണ്ടെന്നാണ്. ഞാൻ അതുകൊണ്ടാണ് മിണ്ടാത്തത്. എന്നാലും ചിലതൊക്കെ ഓർക്കുമ്പോൾ മണിയാസാൻ അങ്ങ് മിണ്ടിപ്പോകും. ടാറ്റയുടെ കൈയേറ്റത്തെപ്പറ്റി ഞങ്ങൾ ഒരുപാട് സമരം നടത്തിയതാണ്. VS ആണ് അതിന് നേതൃത്വം കൊടുത്തത്. പുള്ളി അത് വിട്ടു. അപ്പം അതേപ്പറ്റി പുള്ളി പറയുന്നില്ല. അതെങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കൊരു പിടി കിട്ടിയിട്ടില്ല. ടാറ്റയുടെ കൈയേറ്റം എന്തുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് VS കൈവിട്ടത് എന്ന് CPIക്കാർക്ക് ഒരുപക്ഷെ പിടികിട്ടി കാണും. അവർക്കേ അത് പിടികിട്ടു. അത് അവരുടെ പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമാണ്. അത് അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ എന്തിനും അതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് മുമ്പും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ. അത് അവർ തന്നെ സോൾവ് ചെയ്യട്ടെ. കാനം സഖാവിൻ്റെ നിലപാട് തന്നെയാണ് ഇതിൽ പൊളിമിക്സിനും. CPMകാരുടെ കയ്യേറ്റം അവർ തന്നെ അങ്ങ് സോൾവ് ചെയ്യട്ടെ. ഇനി ഇതിൽ വ്യാഖ്യാനിക്കാൻ നിൽക്കുന്നില്ല. നന്ദി, നമസ്കാരം.